ഹലോ ചങ്ങായിമാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പരിപാടിയാണ്. ഇത് കണ്ട എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ. ഇത് നമ്മളെ രണ്ട് കൂട്ടുകാരുണ്ട്, നാട്ടിൽ നമ്മളെ ഒരുമിച്ച് കൂടെ പഠിച്ചേക്കാണ്. അപ്പോൾ അവരിവിടെ അബുദാബിയിൽ ആദ്യം ഒരു ക്ലാസ്സിൽ ട്രെയിനിങ് ആയിരുന്നു, അവർ കരാട്ടെ പഠിപ്പിച്ച് കൊടുക്കലായിരുന്നു. പിന്നീട് അവർ സ്വന്തമായിട്ട് ക്ലാസ് തുടങ്ങി ഇപ്പോൾ ഇവിടെ അബുദാബി സിറ്റിയിൽ. അപ്പോൾ അവരെ ക്ലാസ്സിൻ്റെ എന്താ പറയുക, ഇതിനെന്താ പറയുക വെച്ചാൽ ഫ്ലയർ, അതായത് ഒരു പരസ്യ മോഡലുള്ള ഒരു പേപ്പർ, ഒരു നോട്ടീസ് ബോർഡ്. ഇതിവിടെ ഈ കാണുന്ന എല്ലാ ബിൽഡിങ്ങിലും നമ്മളിങ്ങനെ ഒരു പരസ്യമായിട്ട് നമ്മളിങ്ങനെ പരസ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങണത്. നോക്കി നോക്കാം. അപ്പോൾ ഗൈസ് ചെറിയൊരു വെയിലുണ്ട്, അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെക്കാം. അപ്പോൾ നമ്മൾ ഈ കരാട്ടെ ക്ലബ്, നമ്മുടെ കൂട്ടുകാരെ കരാട്ടെ ക്ലബ്ബ് നമ്മൾ ഇതുവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നമ്മളെ ചെക്കന്മാരെ ക്ലബ്ബൊക്കെ കാണാം. ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പണിക്ക് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 3-4 ബിൽഡിങ്ങിൽ, ഒരു ബിൽഡിങ്ങിൽ ഒരു 5-6 നോട്ടീസ് പേപ്പറൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. ഇപ്പോൾ 4-5 ബിൽഡിങ് കയറി ഇപ്പോൾ ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ നോട്ടീസിൽ എന്താ ഉള്ളതെന്ന് അത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ കൂട്ടുകാരുടെ ടാലൻറ്റ് കരാട്ടെ ക്ലബ്ബ് എന്നാണ് അവരുടെ ക്ലബിൻ്റെ പേര്. ടാലൻറ്റ് കരാട്ടെ ക്ലബ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതാണ് എംബ്ലോ. ഒരു നല്ല പിക്ചർ ഉണ്ട്, ഒരു കുട്ടി വേറൊരു കുട്ടിക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് പിക്ചർ. അതിൻ്റെ താഴെ സോ ടുഡേ സ്ട്രോങ് ടുമാറോ എന്നൊരു നല്ല അടിപൊളി എന്താ പറയുക ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ടാലൻറ്റ് കരാട്ടെ ക്ലബ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, പിന്നെ അവരുടെ കോൺടാക്ട് നമ്പർ, പിന്നെ രജിസ്ട്രേഷൻ ഫീസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ട്രയൽ ക്ലാസ്സും ഫ്രീ ആണ്. ഡോണ്ട് മിസ് ദ ഓഫർ. പിന്നെ ഇതിൻ്റെ ബാക്ക് പേജിലുള്ളത് അതായത് കരാട്ടിനെ പറ്റിയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, സെൽഫ് ഡിഫെൻസ്, കോൺഫിഡൻസ്, ഫോക്കസ്, എക്സസൈസ്, ഡിസിപ്ലിന്. ഇതാണ് ലൊക്കേഷൻ. അതായത് ഇവിടെ അബുദാബി മദീന സായിദിൻ്റെ അടുത്തായിട്ടൊക്കെ വരും. ഏകദേശം അൽഫല സ്ട്രീറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഭാഗത്ത് ഇതാണ് ലാപ്പാസ് ബച്ചോയ് ബിൽഡിങ് നിയർ ജോലിബി, ബി സൈഡ് മരിയോട്ട് കിച്ചൺ, ഓപ്പോസിറ്റ് ഹബീബ് ബാങ്ക്, അൽഫല സ്ട്രീറ്റ്, മദീന സായിദ്. രണ്ടിൻ്റെ സെൻറ്ററിലാണ് വരുന്നത്. നല്ല അടിപൊളി നോട്ടീസ് ബോർഡ്. പിന്നെ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. കയറി വരുന്ന കസ്റ്റമർ ആൾക്കാർക്ക് ഇതിലുള്ളത് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ബിൽഡിങ്ങുകളിൽ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഒരു 12:30 ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുള്ളൂ. നൗഷറ വെള്ളം കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടില്ലേ? ബിരിയാണി ഉണ്ടെന്നാണ് പറയുന്നത് നൗഷറൊക്കെ. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. അബുദാബി മദീന സായിദിൻ്റെ ഭാഗത്താണ് നമ്മളുള്ളത്. ഈ ഏരിയ നമ്മളിപ്പോൾ നിൽക്കുന്നത് അബുദാബി സിറ്റിയിലാണെങ്കിലും ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത്, അതായത് ഈ മദീന സായിദിൻ്റെ ഈ ഒരു ചുറ്റുപാടെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സൈലൻ്റ് ഏരിയയാണ്. അധികം സൗണ്ടോ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സൈലൻ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒരുപാട് നമ്മുടെ മലയാളീസിൻ്റെ ഒരുപാട് സംരംഭങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മലയാളീസൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് റൂമിലൊക്കെ. മലയാളി ബാച്ചിലേഴ്സ് മാത്രമല്ല ഫാമിലീസൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പോകുന്നതും എൻജോയ് ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്കിങ്ങനെ കാണാൻ വിടും. അങ്ങനെ നമ്മളെ ഈ എന്താ പറയുക ഫ്ലെയർ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 10-12 ബിൽഡിങ്ങോടെ നമ്മളിങ്ങനെ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മളെ അടുത്ത ലക്ഷ്യം എന്താ പറയുക ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞു. നമ്മളിങ്ങനെ ഓരോ ബിൽഡിങ്ങിൽ കയറി റിസപ്ഷനിൽ ടേബിളിലോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും കാണുന്ന രീതിയിൽ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. അങ്ങനെ നമ്മുടെ നോട്ടീസ് ഇടുന്ന പരിപാടി കഴിഞ്ഞ് ഞാൻ അടുത്ത പരിപാടി ഫുഡ് കഴിക്കൽ. നല്ല ബിരിയാണി ഓഫർ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മളെ മുതലാളി. അപ്പം ഇനി അതിൻ്റെ നമ്മൾ കഴിക്കുന്നത് സിറ്റി സ്റ്റാർ ഫുഡ്സ് റെസ്റ്റോറൻറ്റ്. ഇതാണ് ആ ഷോപ്പ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കിയേക്കാം എങ്ങനെ ഉണ്ടാവും നോക്കല്ലേ ബിരിയാണി. അങ്ങനെ നമ്മൾ ഹോട്ടലിനകത്ത് കയറി. ഒരു ചെറിയൊരു ഹോട്ടലുണ്ടാകും, അങ്ങനെ വലിയ ആഡംബരമൊന്നുമല്ല, ചെറിയൊരു ഹോട്ടൽ. അവിടെ TV ഉണ്ട്, നമ്മളെ ലാലേട്ടൻ്റെ നല്ലൊരു സിനിമ ഒക്കെ ഉണ്ട് അവിടെ.
പിന്നെ താഴെ മാത്രമല്ല മുകളിലേക്കും സീറ്റ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ താഴെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ മെനു ട്ടാ. ലഞ്ച് ചിക്കൻ ദം ബിരിയാണി, ബീഫ് ദം ബിരിയാണി, ചട്ടിച്ചോറ്, ഗീ റൈസ്, മോട്ട സെറ്റ്, ബാരിക് സെറ്റ്, ബീഫ് ഫ്രൈ, ബീഫ് മസാല, ചിക്കൻ ചുക്ക എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. എന്താ ഓർഡർ ചെയ്തത്? ഗീ റൈസും ചിക്കൻ 65. ഓ പൊളിക്കുമെന്ന്. സമയം 12 ആയിട്ടുള്ളൂ. പക്ഷെ നല്ല നല്ല പൊള്ള നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിൽ കണ്ട ടി വിയിൽ നമ്മൾ ലാലേട്ടൻ്റെ സിനിമ, നല്ല മലയാള സിനിമ. ഈ സിനിമയുടെ പേരറിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഗീ റൈസ് എത്തിയിട്ടുണ്ട്. കൂടെ ഒരു പപ്പടം, അച്ചാറ്, ചട്നി എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ 65. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം. അങ്ങനെ നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. നല്ല ഗീ റൈസും നല്ല നെയ്ച്ചോറും നല്ല ചിക്കൻ 65 നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെയിൽ കൊണ്ട് നോട്ടീസ് പേപ്പർ ഇടാൻ പോയാലും നല്ല ഫുഡ് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ പോണത് ഞാൻ പറഞ്ഞ നമ്മളെ കൂട്ടുകാരെ കരാട്ട ക്ലബ്ബൊക്കെയാണ്. അപ്പോൾ ഇനി ക്ലബിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ കൂട്ടുകാരെ കരാട്ട ക്ലബിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങിലാണ് കരാട്ട ക്ലബ്ബ് ഉള്ളത്. ഇതിൻ്റെ ഈ M ഫ്ലോറിലാണ് ഇവരെ ക്ലബ്ബ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ലൊക്കേഷൻ ഒന്ന് നോക്കാം. അതാണ് ലൊക്കേഷൻ വരുന്നത്. അത് അവിടെയാണ് മദീന സാഹിബ് വരുന്നത്. മദീന സാഹിബ് ഷോപ്പിംഗ് സെൻറ്റർ. പിന്നെ ഈ മരിയോട്ട് കിച്ചൺ എക്യുപ്മെൻസിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇത് വരുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൽഫല സ്ട്രീറ്റാണിത്. അതായത് അൽബാദ മോളുടെ ഭാഗമാണ് അവിടെ വരുന്നത്. ഇത് അൽഫല സ്ട്രീറ്റ്. ഇവിടുന്ന് ഇതാണ് നമ്മുടെ കൂട്ടുകാരെ ക്ലബ്ബ്. M ഫ്ലോറിലാണ് ഈ ബിൽഡിങ്ങിലെ മെഡിനൻ ഫ്ലോറിൽ. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ടാലൻറ്റ് കരാട്ട സെൻറ്റർ. അപ്പോൾ നമുക്ക് ഇനി ക്ലബ്ബ് പോവാം. അപ്പം നമ്മൾ ബിൽഡിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. ലിഫ്റ്റ് കയറിയിട്ട് M ഫ്ലോർ. അങ്ങനെ ഇതാണ് നമ്മുടെ കൂട്ടുകാരുടെ ആ സംരംഭം, ടാലൻറ്റ് കരാട്ട ക്ലബ്ബ്. അവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ക്ലാസ്സൊന്നുമില്ല. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടിരിക്കുക. ഇതാണ് റിസപ്ഷൻ. ലൈറ്റിട്ടാ. ഇതാണ് റിസപ്ഷൻ വരുന്നത്. കരാട്ടെ ക്ലബ്. നമ്മൾ ക്ലബിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഗായ്സ്. ഇവിടെ ഒരു പഞ്ച് കിറ്റ് ഉണ്ട്. ഇതാണ് കരാട്ടൻ്റെ ബെൽറ്റ്. ഫസ്റ്റ് വൈറ്റ് ബെൽറ്റ്, യെല്ലോ ബെൽറ്റ്, ഓറഞ്ച്, ഗ്രീന്, ബ്ലൂ, പർപ്പിള്, ബ്രൗൺ തന്നെ 3-4 ബെൽറ്റ് ഉണ്ട്. ഇതിന് ശേഷമാണ് ബ്ലാക്ക് ബെൽറ്റ്. പിന്നെ ഇവിടെ ബോക്സിങ്ങിൻ്റെ ക്ലൗ, പിന്നെ അതുപോലെ ഇവിടെ വാമപ്പ് ചെയ്യാനുള്ള, അതായത് കുട്ടികൾ ഫസ്റ്റ് വന്നവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു പഞ്ചിങ് കിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കൂട്ടുകാരെ കരാട്ട ക്ലബ്ബ്. ആദ്യത്തെ അവർ രണ്ടുപേരും കൂടി ഓപ്പൺ ചെയ്ത ആദ്യത്തെ കരാട്ട ക്ലബ്ബ്. മാഷാ അല്ലാഹ് നല്ല അടിപൊളി ക്ലാസ്. ഇപ്പോൾ അത്യാവശ്യം പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. കാരണം നല്ല സിറ്റിയിലൊക്കെ ആയതുകൊണ്ട് ഈ ചുറ്റുവട്ടത്തൊക്കെയുള്ള ഒരുപാട് ഫാമിലീസ് അവരെ കുട്ടികളൊക്കെ ഇവിടെ കളിക്കാൻ വരുന്നുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ക്ലബിന് വേണ്ടി. ആദ്യത്തിന് മുമ്പ് അപ്പുറത്തായിരുന്നു ഇവർ നോക്കിയിരുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു കിലോമീറ്ററിന് അപ്പുറത്തായിരുന്നു നോക്കിയിരുന്നത് ആദ്യം. അപ്പോൾ അവിടെ ഇതേപോലത്തെ ഒരു റൂം ഇത് സെറ്റായി. പക്ഷേ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട് അത് കയ്യിൽ നിന്ന് പോയി. അത് അപ്പോഴത്തേനും വേറൊരു ടീം വന്ന് അവർ നമ്മൾ പറഞ്ഞ റെൻറ്റിനെക്കാട്ടി കൂടുതൽ അവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ റൂം അങ്ങനെ അവർ കൊണ്ടുപോയി. അങ്ങനെ നമ്മളെ രണ്ട് കൂട്ടുകാർ പിന്നെ ഒരുപാട് സങ്കടപ്പെട്ട്. കാരണം അവർ നാട്ടിൽ പോയി വിസിറ്റിങ്ങിന് വന്നതായിരുന്നു. വിസിറ്റിങ്ങിന് വന്നിട്ടാണ് ഈ സ്ഥലം കിട്ടിയത്. അപ്പോൾ ഈ സ്ഥലം പോവുകയും ചെയ്ത് പിന്നെ അവർ രണ്ടുപേരും കുറച്ച് ടെൻഷനായി. പിന്നാണ് അവർക്ക് ഈ ഒരു റൂം അവിടുത്തേക്കാട്ടും എന്താ പറയുക റെൻറ്റ് കുറഞ്ഞിട്ട് ഇവിടെ കിട്ടി. അൽഹംദുലില്ലാ ഇപ്പം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ നമ്മൾ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ അറിവിലൊക്കെ ആരെങ്കിലും അബുദാബിയിൽ
ഈ മദീന സായദിൻ്റെ സിറ്റിയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാരുടെ ക്ലബ്ബ് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കരാട്ട പഠിപ്പിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൂടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പം ഇത്രയാണുള്ളത്, ഇനി വേറൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.